ആരൊക്കെയാണ് കൂടുതൽ ഈ സ്ട്രോക്ക് വരുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്? എന്തെല്ലാം രോഗങ്ങളുള്ളവരാണ് ഇപ്പോൾ ഇത് കൂടുതലായി ശ്രദ്ധ പുലർത്തേണ്ടത്? നമുക്ക് കൂടുതലും മുതിർന്ന ആൾക്കാരിൽ തന്നെയാണ്, അതായത് ഒരു 40-45 വയസ്സിന് ശേഷമാണ് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ കാണപ്പെടുക. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, മദ്യപാനം, അമിതമായ പുകവലി. അത് നമ്മൾ സ്വയം രോഗി സ്വയം പുകവലിക്കുന്നതായിരിക്കാം രോഗിയാവുന്നതിന് മുമ്പ്. അതുമല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ അടുത്തിടപഴകുന്നവർ, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവരുടെ പുകവലിയായിരിക്കാം. അത്തരം പുകയിൽ നിന്നുള്ള നിക്കോട്ടിൻ പോലും ഒരാളുടെ രക്തക്കുഴലുകൾ അടയുവാൻ കാരണമാകാം. മറ്റൊന്ന് ഹൃദ്രോഗം, അതായത് ഹൃദയത്തിലെ രക്തധമനികളുടെ രോഗം മൂലമോ ഹൃദയത്തിന്റെ പമ്പിങ് കുറയുന്ന ഒരവസ്ഥ, ഹൃദയത്തിലെ വാൽവുകളുടെ തകരാറ്, ഹൃദയത്തിന്റെ താളമിടിപ്പിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, ഏട്രിയൽ ഫിബ്രിലേഷൻ തുടങ്ങിയവ, ഇവയെല്ലാം ഈ ഹൃദയത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും തലച്ചോറിനുള്ളിലേക്ക് പോകുവാനും കാരണമാകാം. അതുകൂടാതെ മറ്റ് പല ജനിതകമായിട്ടുള്ള രോഗങ്ങളുമുണ്ട്. അതായത് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകാവുന്ന ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ, ത്രോംബോഫീലിയാസ് എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം രോഗങ്ങൾ തന്നെയുണ്ട്. അത് ചെറിയ പ്രായത്തിൽ പോലും അത് കാരണം സ്ട്രോക്ക് ഉണ്ടാകാം, ശരീരത്തിൽ പല ഭാഗത്തും രക്തം കട്ട പിടിക്കുന്നതിനും കാരണമാകാം. മറ്റൊന്ന് ചില മരുന്നുകളുടെ ഉപയോഗം. അതായത് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു പക്ഷേ ഹൃദ്രോമീൻ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ. അപ്പോൾ നമ്മൾ ഗർഭനിരോധന ഗുളികൾ പോലുള്ള ഹോർമോണൽ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടും. അതുപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുണ്ട്, ആന്റി കോയാഗുലേഷൻ. ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് രക്തസ്രാവവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ്. അതായത് ഈ കൊക്കെയിൻ, ആംഫെറ്റമീൻസ്, MDMA തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ഈ രക്തക്കുഴലുകളുടെ ശക്തി കുറയാനും അവയിൽ വാസ്കുലൈറ്റസ് എന്നൊരു അവസ്ഥ വരാനും അങ്ങനെ രക്തം കട്ടപിടിക്കാനും രക്തസ്രാവം ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 40-45 വയസ്സിൽ താഴെയുള്ളവരിലും ഈ പറയുന്ന ഹൃദ്രോഗവും ഡയബറ്റിസും കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും എല്ലാം കൂടി വരുന്നത് കൊണ്ട് തന്നെ ഈവൻ 45 വയസ്സിന് മുന്നേ ഉള്ളവരിൽ പോലും ഈ യങ് സ്ട്രോക്ക്, അതായത് ചെറിയ പ്രായത്തിൽ പോലും ചെറുപ്പക്കാരിൽ പോലും നമ്മളെപ്പോൾ സ്ട്രോക്കുമായിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്.